ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് യുവർ ഓൺ ചാനൽ. വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. പ്രകൃതി നമുക്ക് കനിഞ്ഞരുങ്ങളായിട്ടുള്ള പോഷകങ്ങളുടെ കലവറ എന്ന് വിശേഷിപ്പിക്കാവുന്ന മുരിങ്ങയില, ഇതാണ് ഇന്നത്തെ റെസിപ്പി. നമ്മുടെ നാട്ടിൽ എല്ലാവരുടെയും വീടുകളിൽ കണ്ടുവരുന്ന ഒന്നാണ്. 1 രൂപ പോലും ചിലവില്ലാതെ നമുക്ക് കിട്ടുന്ന ഇത്രയും ഗുണങ്ങളുള്ള മുരിങ്ങയില എന്നാൽ ആരും വേണ്ട വിധത്തിൽ ഉപയോഗിക്കാറില്ല. എന്നാൽ ഒരു പ്രാവശ്യം നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കി വയ്ക്കാമെങ്കിൽ നിങ്ങൾക്ക് 6 മാസം വരയ്ക്കും ഒരു ദിവസം പോലും മുടങ്ങാതെ നിങ്ങൾക്ക് മുരിങ്ങയില കഴിക്കാനായിട്ട് പറ്റും. ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഒക്കെ ഉള്ളവർക്ക് ഇതുപോലെ ദിവസവും മുരിങ്ങയില കഴിക്കുകയാണെങ്കിൽ പെട്ടെന്ന് അത് കുറയാനായിട്ടും, എല്ലിൻ്റെ ആരോഗ്യമില്ലാത്തവർക്ക് എല്ലിന് ആരോഗ്യം വയ്ക്കാനും, ശരീരം വളർന്നു വരുന്ന കൊച്ചു കുട്ടികൾക്ക് പോലും ഇത് ചോറിൻ്റെ കൂടെ നെയ്യും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാമെങ്കിൽ ഒട്ടും പിണങ്ങാതെ തന്നെ അവരിഷ്ടത്തോടെ ഇത് കഴിക്കും. ഓഫീസിലൊക്കെ പോകുന്നവർക്ക് പെട്ടെന്ന് കൊണ്ടുപോകാവുന്ന ഒന്നാണ് ഈ മുരിങ്ങയില ചമ്മന്തി. അപ്പത്തിനും ദോശയ്ക്കും ഇഡലിക്കും ഒക്കെ വളരെ നല്ലതാണ് ഈ മുരിങ്ങയില ചമ്മന്തി. ഇത് നമുക്ക് കഴിച്ചാൽ നമുക്ക് ഒട്ടും അറിയത്തില്ല കേട്ടോ, നമ്മൾ മുരിങ്ങയില ചമ്മന്തിയാണ് കഴിക്കുന്നതെന്ന്. നിങ്ങൾക്ക് ഒട്ടും വിശ്വാസം വരത്തില്ല ഈ പറയുന്നത് ശരിയാണോ ഇല്ലയോ എന്നുള്ളത്. പക്ഷേ നിങ്ങൾ ഒരു പ്രാവശ്യം ഇത് തയ്യാറാക്കി നോക്കിയാലല്ലേ നിങ്ങൾക്ക് അറിയാൻ പറ്റൂ. അതുകൊണ്ട് നിങ്ങൾ ഒരു പ്രാവശ്യം എന്തായാലും മുരിങ്ങയില തയ്യാറാക്കി നോക്കണം. 1 രൂപ പോലും നമുക്ക് വില കൊടുക്കാതെ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒന്നാണ് ഈ മുരിങ്ങയില. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് മുരിങ്ങയില ആദ്യം നമ്മൾ തണ്ടോടുകൂടി തന്നെ കഴുകിയെടുക്കണം. ഇല അടർത്തിയെടുക്കാതെ തണ്ടോടുകൂടി കഴുകിയെടുത്ത് നല്ലതുപോലെ ഒന്ന് കുടഞ്ഞ് ഫാനിൻ്റെ അടിയിൽ ഒന്ന് വച്ചാൽ മതിയാകും. പെട്ടെന്ന് എല്ലാം ഉണങ്ങി ഒട്ടും ഈർപ്പമില്ലാതെ നമുക്ക് കിട്ടും. എന്നിട്ട് ഇല അടർത്തിയെടുത്താൽ മതി. എന്നിട്ട് നമുക്കൊരു പാൻ ചൂടാക്കി ഇതുപോലെ നമുക്ക് മുരിങ്ങയില വറുത്തെടുക്കാം. മുരിങ്ങയില ലോ ഫ്ലെയിമിൽ വേണം വറുത്തെടുക്കാനായിട്ട്. ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് വറുത്തെടുക്കാൻ പറ്റും. ഒരു കിലുകിലാന്ന് സൗണ്ട് വരുമ്പോൾ നിങ്ങൾ കൈ കൊണ്ടൊന്ന് ഞെരടിയാൽ മതി, പൗഡറായിട്ട് വരുന്നത് കാണാം. ഈ പരുവാകുമ്പോഴേക്കും ഫ്ലെയിം ഓഫാക്കി നമുക്ക് മുരിങ്ങയില ഇറക്കി വയ്ക്കാം. വീണ്ടും കടായി ചൂടാക്കി 1 കപ്പ് ഉഴുന്നുപരിപ്പ് ഇതിലേക്കിട്ട് വറുത്തെടുക്കാം. നല്ലതുപോലെ വാഷ് ചെയ്ത് എടുത്തിട്ടുള്ള ഉഴുന്നാണ് ഞാനിപ്പോൾ വറുക്കുന്നത്. നിങ്ങളും അതുപോലെ പൊടിച്ചമ്മന്തി തയ്യാറാക്കുമ്പോൾ ഉഴുന്ന് വാഷ് ചെയ്തെടുത്ത് ഉണക്കിയിട്ട് വേണം തയ്യാറാക്കാൻ. ഉഴുന്നിൽ ധാരാളം ചുണ്ണാമ്പ് തേച്ചാണ് വരുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഉഴുന്ന് നമ്മൾ കഴുകുമ്പോൾ ആദ്യം നല്ല കട്ടിയുള്ള വെള്ള കളറുള്ള വെള്ളം വരുന്നത് കാണാം. ഇത് അതിൽ തേച്ച് വച്ചിരിക്കുന്ന ഉഴുന്നാണ്. ഉഴുന്ന് പെട്ടെന്ന് കേടുകൂടാതെ ഇരിക്കാനാണ് ഇത് അങ്ങനെ അവർ ചെയ്തു വയ്ക്കുക. അതുകൊണ്ട് നല്ലതുപോലെ കഴുകിയിട്ട് വേണം നിങ്ങൾ ഉഴുന്ന് ഉപയോഗിക്കാനായിട്ട്. ഇതും ഇതുപോലെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഒരു തുള്ളി എണ്ണയോ ഒന്നും ചേർക്കാതെയാണ് ഞാനിത് ഉഴുന്നും വറുത്തെടുത്തിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് 6-7 വറ്റൽമുളക് കൂടിയിട്ട് വറുത്തെടുക്കാം. വറ്റൽമുളക് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയാകും. നന്നായിട്ട് കറുത്തൊന്നും പോകാതെ നമുക്ക് മുളക് നല്ല അതുപോലെ മൂപ്പിച്ചെടുക്കണം കേട്ടോ. ഒട്ടും കരിഞ്ഞു പോകരുത് മുളക് കരിഞ്ഞു പോയാൽ നിങ്ങൾക്ക് ചമ്മന്തിയുടെ ആകെ ടേസ്റ്റ് മൊത്തമായിട്ട് മാറിപ്പോകും. അതുകൊണ്ട് ഇത് കരിഞ്ഞു പോകരുത്. വീണ്ടും നമുക്ക് 1 നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി വേണം വറുത്തെടുക്കാനായിട്ട്. ഇപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് കായമാണ്. കായം പൊടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കായപ്പൊടിയല്ല ചേർത്ത് കൊടുക്കുന്നത്, കട്ടിയായിട്ടുള്ള കായമാണ്. ഈ കട്ടിയായിട്ടുള്ള കായം ഒരു പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ട് ഇതും എണ്ണയൊന്നും ചേർക്കാതെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി 1 നാരങ്ങ വലിപ്പത്തിലുള്ള പുളിയും ആവശ്യത്തിന് ഉപ്പും 1 സ്പൂൺ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് പുളിയിലുള്ള ഈർപ്പമെല്ലാം ഒന്ന് വറ്റി കിട്ടുമ്പോഴേക്കും നമുക്കിതിൽ നിന്ന് കോരി മാറ്റാം. നിങ്ങൾ ആദ്യം ഉഴുന്നും വറ്റൽമുളകും കായും കൂടി പൊടിച്ചെടുക്കണം. നല്ല പേസ്റ്റ് നല്ല പൊടിയാക്കേണ്ട ആവശ്യമില്ല. ഒരല്പം തരിതരിയോടുകൂടി പൊടിച്ചെടുത്താൽ മതിയാകും ഉഴുന്ന്. തേങ്ങ ഞാനിപ്പോൾ ചേർക്കാൻ പോകുന്നത് കൊട്ട തേങ്ങയാണ്. ഇതെൻ്റെ കയ്യിലുണ്ട്, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ചേർക്കുന്നത്. ഇത് നമുക്ക് മൂപ്പിക്കേണ്ട ആവശ്യമല്ല. ഇതിൻ്റെ മുകളിലുള്ള ഈ ബ്രൗൺ കളറൊക്കെ ഒന്ന് ചുരണ്ടി കളഞ്ഞതിന് ശേഷം ചെറിയ കഷണങ്ങളാക്കി എടുത്തതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ തേങ്ങ ഇല്ലയെന്നുണ്ടെങ്കിൽ സാധാരണ തേങ്ങ, 1 മുറി തേങ്ങ നല്ലതുപോലെ തിരുവി നിങ്ങൾ മൂപ്പിച്ചെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് മുരിങ്ങയില സെപ്പറേറ്റ് ആയിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഉഴുന്നും വറ്റൽമുളകും കായും കൂടി പൊടിച്ചെടുത്തു. അതിനുശേഷം തേങ്ങയും പുളിയും കുരുമുളകും കൂടി പൊടിച്ച് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം എല്ലാം കൂടി നല്ലതുപോലെ സ്പൂൺ കൊണ്ടൊന്ന് മിക്സാക്കി മിക്സിയുടെ വലിയ ജാറിലിട്ട് 1 പ്രാവശ്യം കൂടി ഒന്ന് കറക്കിയെടുക്കുമ്പോൾ എല്ലാം കൂടി യോജിച്ച് കിട്ടും. എല്ലാം കൂടി നല്ല മിക്സായി കിട്ടിയിട്ടുണ്ട്. എല്ലാം നല്ല രീതിയിൽ മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ
നമ്മൾ സാധാരണ മിക്സിയിൽ ഒന്ന് പൊടിക്കുമ്പോൾ ഒരല്പം ചൂട് കാണുമല്ലോ, ആ ചൂടൊക്കെ ഒന്ന് മാറി കിട്ടിയതിന് ശേഷം നമുക്ക് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെയിലത്ത് വെച്ച് ഉണക്കിയ ഒട്ടും വെള്ളത്തിൻ്റെ അംശമില്ലാത്ത ബോട്ടലിൽ വേണം നിങ്ങളിത് നിറച്ച് വയ്ക്കാനായിട്ട്. വെള്ളത്തിൻ്റെ ഈർപ്പം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ചമ്മന്തി പെട്ടെന്ന് കനച്ചു പോകും. അതുകൊണ്ട് ഒട്ടും വെള്ളത്തിൻ്റെ ഈർപ്പം കാണരുത് കേട്ടോ. ഇതുപോലെ നമ്മൾ തയ്യാറാക്കി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ദിവസവും നമുക്ക് മുരിങ്ങയില എന്തിൻ്റെയെങ്കിലും കൂടെ നമുക്ക് കഴിക്കാനായിട്ട് പറ്റും. നമ്മൾ ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അതിൻ്റെ കൂടെ ഒരു സ്പൂൺ ചേർത്തും നമുക്ക് ചപ്പാത്തി മാവിന് കുഴയ്ക്കുമ്പോൾ കുഴയ്ക്കാം. ചോറിൻ്റെ കൂടെ ഈ മുരിങ്ങയില ചമ്മന്തിയും ഒരു സ്പൂൺ നെയ്യും കൂടിയിട്ട് മിക്സ് ചെയ്ത് കഴിക്കാൻ അടിപൊളിയാണ്. അതുപോലെ ഇഡ്ഡലിക്കും ചമ്മന്തി ദോശയ്ക്കും അപ്പത്തിനുമൊക്കെ നമുക്ക് ഈ ചമ്മന്തിയുടെ കൂടെ നല്ലെണ്ണയോ നെയ്യോ ചേർത്തിട്ട് കഴിക്കാം കേട്ടോ. ദോശയ്ക്ക് ഞാനിപ്പോൾ നെയ്യാണ് ചേർത്ത് കൊടുക്കാറ്. ഈ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്യാൻ മറന്നു പോവാതെ പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഈ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഇതുപോലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോകളെല്ലാം നിങ്ങൾക്ക് ഉടനടി തന്നെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയും ചെയ്യും. ഇനിയും ഇതുപോലുള്ള നല്ല വേറൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും നിങ്ങളെല്ലാവരും സന്തോഷമായിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.